ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ വത്തിക്കാൻ സിറ്റിയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അത്ഭുതങ്ങളുടെയും കഥകളുടെയും ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന സോഴ്സ് ഓഫ് മിറാക്കിൾസ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ ആദ്യ വ്ലോഗാണ്. ഇത്രയും പവിത്രമായൊരു മണ്ണിൽ നിന്നും ഒരു പുതിയ വ്ലോഗ് തുടങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് വത്തിക്കാന്റെ അത്ഭുത കാഴ്ചകളിലേക്ക് പോകാം. വത്തിക്കാൻ സിറ്റിയുടെ ഹൃദയഭാഗമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് നടക്കുമ്പോൾ ചരിത്രവും ആധുനികതയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മെ വരവേൽക്കുന്നത്. തിരക്കേറിയ തെരുവിലൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ചുട്ടുപൊള്ളുന്ന വെയിൽ കല്ലുപാകിയ വീഥികളിൽ വെയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ചൂട് ഇരട്ടിയായി അനുഭവപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിശ്വാസികളും വിനോദസഞ്ചാരികളും ഒഴുകിയെത്തുന്നതിനാൽ ഇവിടെ എപ്പോഴും വലിയ തിരക്കായിരിക്കും. പല ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ, വലിയ ഗ്രൂപ്പുകളായി നീങ്ങുന്ന ടൂറിസ്റ്റുകൾ, ഗൈഡുകളുടെ പിന്നാലെ അച്ചടക്കത്തോടെ പോകുന്നവർ എന്നിവരെല്ലാവരും ചേർന്ന് ആ പ്രദേശം സജീവമാക്കുന്നു. ബസിലിക്കയിലേക്ക് കയറാനുള്ള സുരക്ഷാ പരിശോധനയ്ക്കായി നീണ്ടു നിൽക്കുന്ന ക്യൂ വത്തിക്കാന്റെ തിരക്കിന്റെ ആഴം വ്യക്തമാക്കുന്നു. നമുക്ക് മെല്ലെ ബസിലിക്കയുടെ അകത്തേക്ക് പ്രവേശിക്കാം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടങ്ങളിൽ ഏറ്റവും വലതുവശത്തായിട്ടാണ് ദണ്ഡവിമോചന വാതിൽ അഥവാ വിശുദ്ധ വാതിൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാതിൽ അകത്തുനിന്നും ഇഷ്ടികകൾ ഉപയോഗിച്ച് കെട്ടിയടച്ച നിലയിലാണ്. സാധാരണ 25 വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ വാതിൽ തുറക്കാറുള്ളൂ. ഇതിനൊരു ആത്മീയ അർത്ഥം കൂടിയുണ്ട്. ഈ വാതിലിലൂടെ കടന്നു പോകുന്നത് പാപമോചനത്തിന്റെയും പുതിയൊരു ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന്റെയും അടയാളമായി വിശ്വാസികൾ കരുതുന്നു. ഈ വെങ്കല വാതിലിൽ ബൈബിളിലെ വിവിധ സംഭവങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതാണ് മൈക്കലാഞ്ചലോയുടെ വിശ്വപ്രസിദ്ധമായ പിയാത്ത. പിയാത്ത എന്ന വാക്കിനർത്ഥം കരുണ എന്നാണ്. മരിച്ചുപോയ യേശുക്രിസ്തുവിനെ മാതാവായ മറിയം മടിയിൽ കിടത്തിയിരിക്കുന്ന ദൃശ്യമാണത്. ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ശില്പം കാണാതെ ആരും ഇവിടുന്ന് മടങ്ങാറില്ല. ഈ ശില്പത്തിൽ മറിയം വളരെ ചെറുപ്പമാണ്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചരിത്രത്തിൽ മൈക്കലാഞ്ചലോ പറഞ്ഞ മറുപടി പരിശുദ്ധരായ വ്യക്തികൾക്ക് പ്രായം തോന്നിക്കില്ല എന്നാണ്. ഈ ശില്പം പണിയുമ്പോൾ അദ്ദേഹത്തിന് 24 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒറ്റ വെണ്ണ കല്ലിൽ തീർത്ത ഈ ശില്പം മൈക്കലാഞ്ചലോ പേരുകുത്തിയ ഒരേ ഒരു ശില്പം എന്ന പ്രത്യേകത കൂടി ഈ പിയാത്തയ്ക്കുണ്ട്. ഇതാണ് ബസിലിക്കയ്ക്കുള്ളിലെ സെന്റ് സെബാസ്റ്റ്യൻ ചാപ്പൽ. മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമന്റെ അന്ത്യവിശ്രമ സ്ഥലം. 2005 അദ്ദേഹം അന്തരിച്ചപ്പോൾ ബസിലിക്കയുടെ താഴത്തെ നിലയിലുള്ള കല്ലറയിലായിരുന്നു അടക്കം ചെയ്തിരുന്നത്. എന്നാൽ 2011 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വിശ്വാസികൾക്ക് സന്ദർശിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ ബസിലിക്കയുടെ പ്രധാന ഭാഗത്തുള്ള സെന്റ് പീറ്റേഴ്സ് ചാപ്പലിലേക്ക് ഭൗതികാവശിഷ്ടം മാറ്റുകയായിരുന്നു. മൈക്കലാഞ്ചലോയുടെ പിയാത്ത ശില്പത്തിന് തൊട്ടടുത്തുള്ള ചാപ്പൽ ആണിത്. ഇതാണ് വിശുദ്ധ പത്രോസിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ വെങ്കലത്തിൽ തീർത്ത പ്രതിമ. പ്രധാന അൾത്താരയുടെ ഏകദേശം അടുത്തായാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. പത്രോസ് ശ്ലീഹ ഒരു സിംഹാസനത്തിലിരിക്കുന്ന രൂപമാണിത്. അദ്ദേഹത്തിന്റെ ഇടതു കൈയിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കാണാം. വലതു കൈ ഉയർത്തി അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ഈ രൂപം ഉള്ളത്.
ബസിലിക്കയിലെ പ്രധാന അൾത്താരയിലെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ബസിലിക്കയുടെ പ്രധാന അൾത്താരയെ പാപ്പൽ അൾത്താര എന്നും വിശേഷിപ്പിക്കാറുണ്ട്. പത്രോസിന്റെ കല്ലറയ്ക്ക് കൃത്യം മുകളിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ അൾത്താരയിൽ ബലിയർപ്പിക്കാൻ മാർപ്പാപ്പമാർക്ക് മാത്രമാണ് അനുവാദമുള്ളത്. മാർപ്പാപ്പയുടെ അനുമതിയോടെ കർദിനാൾമാർക്കും ഇവിടെ ശുശ്രൂഷ നടത്താം. അതുകൊണ്ടാണ് ഇതിനെ പാപ്പൽ അൾത്താര എന്ന് വിശേഷിപ്പിക്കുന്നത്. അൾത്താരയ്ക്ക് മുകളിലായി കാണപ്പെടുന്ന കൂറ്റൻ വെങ്കല മേലാപ്പിനെയാണ് ബോൾഡാക്കിനോ എന്ന് വിളിക്കുന്നത്. ഏകദേശം 95 അടി ഉയരമുള്ള ഈ നിർമ്മിതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെങ്കല ശില്പങ്ങളിൽ ഒന്നാണ്. പിരിയൻ ആകൃതിയിലുള്ള 4 വലിയ തൂണുകളാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. മുകളിൽ കാണുന്ന താഴികക്കുടം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ നിർമ്മിതികളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള താഴികക്കുടമാണിത്. വത്തിക്കാൻ സന്ദർശിക്കുന്നവർക്ക് ഇതിന്റെ മുകളിൽ കയറുവാനും അനുവാദമുണ്ട്. വരൂ, ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു കാഴ്ചയുടെ ലോകത്തേക്ക് കൊണ്ടുപോകാം. ഈ മാർബിൾ തറകൾക്ക് താഴെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റൊരു ലോകമുണ്ട്. ഇനി നമ്മൾ ഈ പടികൾ ഇറങ്ങിപ്പോകുന്നത് വത്തിക്കാന്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ്. വത്തിക്കാൻ ഗ്രോട്ടോസ്. ഇവിടെയാണ് പഴയകാല പോപ്പുമാരുടെ ശവകുടീരങ്ങൾ ഉള്ളത്. ഇവിടെ വലിയ നിശബ്ദതയാണ്. മനോഹരമായ ശില്പങ്ങളും ചുവർ ചിത്രങ്ങളും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞ ഒരിടം. ചുവരുകളിൽ ഇന്നും മങ്ങാത്ത ഛായാചിത്രങ്ങളും മൊസൈക്കുകളും കാണാം. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഭൂമിക്കടിയിലെ ആ പഴയ ലോകത്തു നിന്നും തിരികെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: നമ്മൾ കണ്ടത് വെറും കല്ലുകളല്ല, മാറ്റമില്ലാത്ത ചരിത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. See you guys.